നമസ്കാരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി മെട്രോ ചാനൽ ഇന്നുള്ളത് വേങ്ങൂരിലെ നക്ഷത്ര മണ്ഡപത്തിലാണ്. പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ നടക്കാൻ പോകുന്ന പരിപാടികളിലേക്ക് നമുക്ക് പരിപാടികളുടെ ദൃശ്യങ്ങളിലേക്കും പോകാം. നാട് മുഴുവൻ യന്ത്രമുരൾച്ച മുഴങ്ങുമ്പോഴും പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത വേറിട്ട ജീവിതചര്യയാൽ ധന്യരാണ് സൈക്കിൾ സഞ്ചാരികൾ. ഉപഹാരങ്ങളും അംഗീകാരവും നൽകി സൈക്കിൾ സവാരിക്കാരെ ബഹുമാനിക്കുന്ന ചരിത്ര നിമിഷങ്ങൾക്കാണ് വേങ്ങൂർ നക്ഷത്ര മണ്ഡപം സാക്ഷ്യം വഹിച്ചത്. പഞ്ചായത്ത് ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ടി.കെ. മോഹനൻ സ്വാഗതം പറഞ്ഞു. മുൻ എം.എൽ.എ. സാജു പോൾ അധ്യക്ഷത വഹിച്ചു. ദിനത്തിൽ ഞങ്ങൾ ഏതാണ്ട് 100ഓളം പേരെയാണ് പ്രതീക്ഷിച്ചത്. 92 പേര് എത്തിച്ചേർന്നു. ഇവിടെ വളരെ നന്നായി അവരുടെ ആദരിക്കൽ ചടങ്ങുകൾ നടന്നു. വേങ്ങൂർ ആർട്ട് സൊസൈറ്റിയും അതുപോലെ EMS സ്മാരക കനിവ് ജീവകാരുണ്യ സംഘവും ഈ പഞ്ചായത്തിലെ ഗ്രന്ഥശാലകളും പെൻഷനേഴ്സ് യൂണിയനും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതുപോലെ ആർട്ടിസ്റ്റ് ജയനയും ഫയർ സർവീസിൽ ദേശീയ പുരസ്കാരം നേടിയ PN സുബ്രഹ്മണ്യനെ ആദരിച്ചു. നമ്മൾ ക്ഷണിച്ച വിശിഷ്ടാതിഥികളെല്ലാം എത്തിച്ചേർന്നു. എന്തായാലും വളരെ വളരെ സന്തോഷം. അങ്ങേയറ്റത്തെ താല്പര്യപൂർവ്വം ഈ ഞങ്ങൾ ഉദ്ദേശിച്ച ബഹുഭൂരിപക്ഷ ആളുകളും ഇവിടെ വന്നു ചേർന്നു. അവർക്ക് പ്രത്യേകമായ നന്ദിയും എല്ലാവിധത്തിലുള്ള അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. കേരള ബാർ കൗൺസിലിംഗ് ചെയർമാൻ KN അനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജ് അസോസിയേറ്റ് ഡയറക്ടർ ഡിബിൻ കരിങ്ങേൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശില്പ സുധീഷ്, PP അവറാച്ചൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി. പാറക്കല്ലിനെ ആനയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിയ പ്രശസ്ത ചിത്രകാരൻ ജയൻ വേങ്ങൂരിനെ റവറന്റ് ഫാദർ ഡിബിൻ കരിങ്ങൻ മൊമന്റോ നൽകി ആദരിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ദേശീയ അവാർഡ് ലഭിച്ച PN സുബ്രഹ്മണ്യനെയും ആദരിച്ചു. റാലിയിൽ പങ്കെടുത്ത എല്ലാവർക്കും കുട വിതരണം ചെയ്തു. തുടർന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട വിജയിക്ക് പുതിയ സൈക്കിൾ സമ്മാനമായി നൽകി. വാർഡ് മെമ്പർമാർ, ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ബേബി പുല്ലൻ നന്ദി പറഞ്ഞു. പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ നടക്കുന്ന വേങ്ങൂരിലെ നക്ഷത്ര മണ്ഡപത്തിൽ നിന്നും ക്യാമറാമാൻ ബിനു കുര്യനോടൊപ്പം റിപ്പോർട്ടർ അഞ്ജു ശ്രീകാന്ത്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.